ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായമാണ്. 29-ാം അധ്യായത്തിൽ ലാബാൻ യാക്കോബിനെ കബളിപ്പിച്ച് നമ്മൾ കണ്ടു. ജ്യേഷ്ഠനെയും അപ്പനെയും കബളിപ്പിച്ചവനെ ഇവിടെ അമ്മാവൻ ഇത് കബളിപ്പിക്കുന്ന ഒരനുഭവം. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് കർത്താവ് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ തീരുകയാണ്. അപ്പം അങ്ങനെ 2 ഭാര്യമാർ 14 വർഷം അതിനുവേണ്ടി ലാബാൻ അടിമവേല ചെയ്യുന്നത് പോലെ കഠിന പ്രയത്നം ചെയ്ത് യാക്കോബ് 2 മക്കളെ വിവാഹം കഴിച്ചു. ലേയെ അവന് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ലേയിലൂടെയാണ് മക്കളെ ആദ്യം യാക്കോബിന് ഇത് ലഭിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോടെ അസൂയ തോന്നുന്നു, മക്കളെ ഇത് തനിക്ക് ലഭിക്കാത്തതിൽ. ആ കാലഘട്ടങ്ങളിൽ കുട്ടികൾ ജനിക്കാത്തത് സമൂഹത്തിലൊരു അപമാനമായിരുന്നു, അഥവാ ദൈവശിക്ഷയായോ ശാപമായോ അന്ന് സമൂഹം അതിനെ കണ്ടിരുന്നു. അത് ജാതികളിലുണ്ടായിരുന്ന ചില ചിന്താഗതികളായിരിക്കാം. അപ്പോൾ ആ ഒരു സ്വാധീനം ഇവർക്കും വന്നിട്ട് മക്കളില്ലാതെ ജീവിക്കുക എന്നുള്ളത് ശാപമായി അവർ ഇത് കണ്ടിരുന്നു. ഇതിൻ്റെ ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം ഇസ്രായേൽ ജനത്തിനിടയിൽ ലിബറേറ്റ് മാരേജ് അഥവാ ദേവരധർമ്മം എന്ന സിസ്റ്റം ഉണ്ടായത്. അതായത് ഒരു പുരുഷൻ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ മരിച്ചവൻ്റെ ഭാര്യയിൽ മരിച്ചുപോയവൻ്റെ പേരിൽ മക്കളെ ജനിപ്പിക്കണം. അതിനാണ് ലിബറേറ്റ് മാരേജ് അഥവാ ദേവരധർമ്മം എന്ന് പറഞ്ഞു വന്നു. കാരണം മക്കളില്ലാതെ മരിക്കുന്നത് ശാപമാണ്, അല്ലെങ്കിൽ അത് ഭാഗ്യദോഷമാണ് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നത് കൊണ്ടാവാം അപ്രകാരമുള്ളൊരു സിസ്റ്റം അവരുടെ ഇടയിൽ വന്നത്. നമ്മുടെ കർത്താവും ഒരു ശാസ്ത്രി വന്ന് ചോദിക്കുന്നുണ്ടല്ലോ പുതിയ നിയമത്തിൽ, ഒരു പുരുഷൻ 7 സ്ത്രീകളെ വിവാഹം കഴിച്ചു, അവൾ പിന്നീട് ദൈവരാജ്യത്തിൽ ആർക്ക് ഭാര്യയാകുമെന്നൊക്കെ ചോദിക്കുന്ന സംഭവത്തിന് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിൽ ആരും വിവാഹത്തിനെടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നില്ല, എല്ലാവരും ദൈവദൂതന്മാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ജഡവികാരങ്ങളില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണല്ലോ. അപ്പം എന്തായിരുന്നാലും ഇവരുടെ ആ സാമൂഹിക പശ്ചാത്തലത്തിൽ റാഹേലിന് വലിയ പ്രയാസമുണ്ടാവുകയും തനിക്ക് മക്കളെ ദൈവം നൽകാത്തതിനാൽ തൻ്റെ ദാസിയായിരുന്ന ബിൽഹായെ യാക്കോബിന് നൽകുകയും അവളിലൂടെ പിന്നെ മക്കൾ ജനിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ ലേയയ്ക്ക് വീണ്ടും മക്കളെ പ്രസവിക്കാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ അവൾ തൻ്റെ പരിചാരികയായിരുന്ന സിൽഫായെ യാക്കോബിന് നൽകുന്നു. നമ്മൾ ഇത് ചുരുക്കത്തിൽ ഈ അധ്യായം ഒരു പ്രസവ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ 2 പേരും അങ്ങനെ മക്കളെ ജനിപ്പിക്കാനുള്ള ശ്രമം. ആ കാലങ്ങളിൽ കൂടുതൽ മക്കൾ ജനിക്കുന്നത് ഭാഗ്യമെന്ന് അവർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവാം. സമൂഹത്തിൽ അവർക്ക് കൂടുതൽ അംഗീകാരം ആ കാലങ്ങളിൽ ചിലപ്പോൾ ലഭിച്ചിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ അതൊന്നുമല്ല. മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം മധ്യസ്ഥനായി ആരംഭിക്കുന്ന കുടുംബജീവിതം, മാരിറ്റൽ ഇൻറ്റിമസി, അതാണ് ഏറ്റവും അനുഗ്രഹമായി പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനൊരു 14-15 വാക്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ദൂതായി പഴത്തെക്കുറിച്ച് ഒരു പരാമർശം ഇവിടെയുണ്ട്. ഗർഭധാരണത്തിന് സ്ത്രീകളെ ഏറെ സഹായിക്കുന്ന ഒരു പഴമാണ് ഈ ദൂതായി പഴമെന്ന് അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. സയൻറ്റിഫിക്കായിട്ട് അതിന് എത്രമാത്രം അതിന് അടിസ്ഥാനമുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ആ ദൂതായി പഴത്തിൻ്റെ പേരിൽ പോലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കിടമത്സരം നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ലേയിൽ നിന്ന് 6 ആൺമക്കളും അല്ലെങ്കിൽ ഒരു പെൺമകളെയും അവൾക്ക് ലഭിച്ചു. അല്ലെങ്കിൽ യാക്കോബിൻ്റെ മക്കളായി അദ്ദേഹത്തിന് അവിടെ ലഭിക്കാൻ കാരണമായിട്ട് തീർന്നിട്ടുണ്ട്.
ബാക്കിയുള്ള മക്കളെ ഇവിടെ റാഹേൽ നിന്ന് ജനിക്കുന്നു. റാഹേൽ നിന്ന് ഇവിടെ അവസാനം ലഭിക്കുന്ന ഒരു മകൻ്റെ പേര് പറയുന്നു ജോസഫാണ്. അപ്പം അങ്ങനെ 11 മക്കൾ, ഇപ്പോൾ 11 ആൺമക്കളും ഒരു പെൺമകളും ഇപ്പോൾ യാക്കോബിനുണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോൾ യാക്കോബ് അമ്മാവനായ ലാബാനോട് പറയുന്നുണ്ട്, ഇത്രയും വർഷം ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചു, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഇനി എനിക്ക് ചിന്തിക്കണം, എനിക്ക് അധ്വാനിക്കണം. ഞാൻ വന്നപ്പോൾ നിനക്ക് വളരെ കുറച്ച് ആടുമാടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഏറെ ആടുകൾ സമ്പത്ത് ഇപ്പോൾ നിനക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് നീ എനിക്കുള്ള ഷെയർ തന്ന് എന്നെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ യാക്കോബിനോട് പറയുന്നൊരു ഭാഗം 25-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഗരാരിലെ രാജാവായ അബീമേലെക്ക് അബ്രാഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ ലാബാൻ ഇപ്പോൾ അബ്രാഹാം പോട്ടെ യാക്കോബിനോട് പറഞ്ഞതുപോലെ തന്നെ ലാബാൻ ഇപ്പോൾ യാക്കോബിനോട് പറയുന്നു. ഗരാരിലെ രാജാവ് അബീമേലെക്ക് അന്ന് അബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതന്നെ ഇപ്പോൾ ലാബാൻ യാക്കോബിനോട് പറയുന്നു, നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് നീ എന്നെ വിട്ടു പോവരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ എപ്രകാരം മറ്റുള്ളവരോട് നമ്മൾ സഹകരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുവോ അപ്പോഴാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ദൈവമുള്ള മനുഷ്യരെന്ന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യാക്കോബിൻ്റെ ദീർഘമായ പ്രാർത്ഥനകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അബ്രാഹാമിൻ്റെ ദീർഘമായ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ കർമാദികളോ കണ്ടിട്ടല്ല ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് അബീമേലെക്ക് രാജാവോ ഇവിടെ ലാബാനോ പറയാൻ കാരണമായിട്ട് തീരുന്നത് അവരുടെ ആ വിട്ടുവീഴ്ച മനോഭാവവും ആ താഴ്മയും വിനയവും കഠിനാധ്വാനവും ദൈവത്തിലുള്ളതായ ആശ്രയമൊക്കെ കണ്ടിട്ടാവാം അങ്ങനെ സമൂഹം പറയാൻ കാരണമായിട്ട് തീർന്നിട്ടുള്ളത്. നമ്മളെക്കുറിച്ച് ഇങ്ങനെ സമൂഹം പറയാൻ കാരണമാകുമോ? നമ്മൾ ദൈവമുള്ളവരാണ് എന്ന് സമൂഹം നമ്മളോട് പറയത്തക്കവണ്ണം മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവമുള്ളവരായിട്ട് തീരുന്നതെന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. എന്നിട്ട് ലാബാൻ വളരെ കച്ചവടക്കണ്ണോടുകൂടി അദ്ദേഹം ഇവിടെ യാക്കോബിനോട് പറയുന്നത്, നീ പോവരുത്, നീ വീണ്ടും ഇവിടെ താമസിക്കണം, നിൻ്റെ കൂടെ ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞ് യാക്കോബിനെ ഒരു പക്ഷേ പൊടുത്താൻ ശ്രമിക്കുന്നത് തൻ്റെ സമ്പത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രമായിരിക്കാം. എന്തായിരുന്നാലും യാക്കോബ് അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു ഉറച്ച തീരുമാനം അവിടെ എടുത്തു, എനിക്ക് പോകണം, അതുകൊണ്ട് ആടുമാടുകളിൽ നിനക്കിഷ്ടമുള്ളതൊക്കെ നീ എടുത്തുകൊള്ളുക. അപ്പം അങ്ങനെ വന്നപ്പം ലാബാൻ ഒരു കാര്യം ചെയ്യും, യാക്കോബിനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലൊരു ധാരണയിലെത്തുകയാണ്. ആടുകളിൽ നാടൻ ആടുകളെല്ലാം യാക്കോബിന്, സങ്കരവർഗം അഥവാ നല്ലതെല്ലാം ലാബാന്. അപ്പോൾ ലാബാൻ അത് സന്തോഷമായി അങ്ങനെ അപ്രകാരമുള്ള ഒരു പങ്കുവയ്ക്കൽ ലാബാനെ സന്തോഷിപ്പിച്ചു. അപ്പോൾ പിന്നെ യാക്കോബിന് ആരോഗ്യമില്ലാത്ത വെറും നാടൻ ആടുകൾ മാത്രമാണ് ഇത്രയും വർഷം വേല ചെയ്തിട്ട് ഇപ്പോൾ യാക്കോബിനുള്ളത്. പക്ഷേ യാക്കോബ് അവിടെ ഒരു ബുദ്ധി കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്കറിയാം, ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന പാത്തിക്കരിയിൽ നിന്നാണ് രതിക്രീഡയിൽ ഏർപ്പെട്ട് ചെന്നൈയേൽക്കുക. യാക്കോബ് അവിടെ എന്തു ചെയ്തു? അദ്ദേഹം ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞലിൻ്റെയും ഒക്കെ പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അതിൽ വെള്ളവര കാണത്തക്കവണ്ണം ഉള്ള കമ്പുകളാക്കി ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന പാത്തിക്കരികെ അവിടെ കൊണ്ട് നാട്ടിവെക്കും. ആടുകൾ ഇവിടെ വന്ന് വെള്ളം കുടിച്ച ശേഷം അവ ഇണ ചേരുമ്പോൾ തോലുരിക്കപ്പെട്ട കമ്പുകളെ കണ്ട് അവ ചെനയേറ്റതുകൊണ്ട് ആ കമ്പുകളിൽ കണ്ടതായ വര ഉള്ളിലെ അതിൻ്റെ ആട്ടും കുട്ടിയിലേക്ക് വ്യാപരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇത് ആ കാലത്തൊരു പക്ഷേ ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു രീതി ആയിരുന്നിരിക്കാം. എന്തായിരുന്നാലും യാക്കോബ് ഈ തന്ത്രം ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ബലമുള്ള ആടുകൾ, കൊഴുത്ത ആടുകൾ ഇണ ചേരുമ്പോൾ യാക്കോബ് ഇത് ചെയ്തത്.
അതുകൊണ്ട് അവൻ്റെ ആടുകളൊക്കെ നല്ല ബലമുള്ളതും നല്ല കൊഴുത്തതുമായിട്ട് മാറുകയും വരയും പുള്ളിയുമുള്ള ആകർഷകമുള്ള ആടുകളായി മാറുകയും അത് മുഖാന്തരം യാക്കോബ് വലിയ സമ്പന്നനായിട്ട് മാറുകയും ചെയ്തു. അപ്പം ആര് നമ്മളെ കബളിപ്പിക്കാൻ നോക്കിയാലും ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വീണ്ടും സമൃദ്ധിയിലേക്ക് വരാൻ സാധിക്കുമെന്ന് യാക്കോബിൻ്റെ ജീവിതം നമ്മെ ഇവിടെ ഉപദേശിക്കുന്നുണ്ട്. ലാബാന്റെ ഭവനത്തിൽ ഇത്രയും വർഷം അടിമപ്പണി ചെയ്തപ്പോൾ തീർച്ചയായും യാക്കോബ് ദൈവസ്ഥാനത്തിൽ തീർച്ചയായും വീണിട്ടുണ്ടാവാം. ശാരീരികമായും മാനസികമായും ഒക്കെ ഏറെ ഈ ഘട്ടത്തിൽ തളർന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി അവൻ ആശ്രയിച്ചിട്ടുണ്ടാവാം. രാത്രിയാമങ്ങളിൽ അവൻ ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ അനുഗ്രഹം അതിൻ്റെയാണ് ബുദ്ധി അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നതും ആടുമാടുകൾ വർദ്ധിക്കുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്യുന്നത്. മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും നമ്മളും പലപ്പോഴും പല അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ ചില വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവം യാക്കോബിനെ ഈ വഴിയിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത് അവനെ ഒരു നല്ല മനുഷ്യനായി മെരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ക്രൂശിൻ്റെ ഓരോ അനുഭവങ്ങളും ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, നമ്മളെ ശക്തീകരിക്കുവാൻ വേണ്ടി നമുക്കൊരുക്കുന്ന അവസരങ്ങളായി കണ്ടുകൊണ്ട് അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. അല്ലാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് അങ്ങ് നിരാശപ്പെട്ട് നമ്മൾ പിന്മാറുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വാസികളല്ല. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. അബ്രഹാമിലും ഇസ്ഹാക്കിലും യാക്കോബിലും കൊടുത്തതായ വാഗ്ദത്തം താൻ പൂർത്തീകരിക്കുന്ന യാക്കോബിലൂടെയാണ്. അപ്പം അതിനുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു നടത്തിപ്പായി നമുക്ക് ഈ സംഭവത്തെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും ആ രീതിയിൽ കാണുവാനും ദൈവസന്നിധിയിൽ കൂടുതൽ സമർപ്പിക്കുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.